പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ കരുണയെ ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാം. വലിയ പ്രതീക്ഷയോടെയാണ് ദൈവം ഓരോ ദിനവും നമ്മുടെ ആയുസ്സിലേക്ക് ചേർത്ത് വെച്ച് നൽകുന്നത്. നമ്മിൽ നിന്ന് ദൈവം ഒരുപാട് നന്മയുടെ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന കൃപകളോട് നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരായി മാറുന്നത് നാം ആ കൃപകളെ സ്വീകരിച്ച് ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കുമ്പോഴാണ്. ഫലം നൽകാത്ത അത്തിമരത്തെ ശപിക്കുന്ന ഈശോയെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എന്തുമാത്രം ദൈവത്തിന് ഫലം നൽകാൻ, ഫലം പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിളിക്കപ്പെട്ടവരാണ് എന്നതിനെ ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിഞ്ഞ് തമ്പുരാൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിനം ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കാനുള്ള വലിയ ഒരവസരം ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. തമ്പുരാനിലേക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയെ സ്വീകരിച്ച് ദൈവത്തിനായി ഫലം ചൂടുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ ഒന്നിച്ചേർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. അമ്മയുടെ വിമലഹൃദയത്തോട് ഈ പ്രഭാതത്തിൽ വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രാപകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴാണ് മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന വചനങ്ങളെ കേൾക്കുവാനും ആ വചനങ്ങൾ സ്വീകരിക്കുവാനും കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമുക്ക് പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാനും ഗ്രഹിക്കുവാനും ആ വചനത്തിന് ഫലം നൽകുവാനും നമ്മെ കഴിവുള്ളവരാക്കി മാറ്റുന്നത്. ദൈവമായ കർത്താവ് നമ്മുടെ ഹൃദയ നിലങ്ങളിൽ വചനം വിതയ്ക്കുമ്പോൾ ആ വചനവിത്തുകളിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിനായി ഫലം ചൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഇതിനെ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ബുദ്ധിയിലേക്കും ചിന്തയിലേക്കും മനസ്സുകളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവായ രൂപിയായി നീ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയ നിലങ്ങളിൽ ആഴത്തിൽ പതിയുവാൻ, ആ വചനങ്ങൾ വേരുപാകി വളർന്ന് ഫലം ചൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം പ്രത്യേക നിയോഗമായി ഉപരിപഠനത്തിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം.
എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് മക്കൾ നമ്മുടെ ജനിച്ച് വളർന്ന ഈ കേരള മണ്ണിൽ നിന്ന് വിദൂരങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്നുണ്ട്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അതിൻ്റെ പരിശ്രമത്തിലായിരിക്കുന്നവരുണ്ട്. ആ മക്കളെ പഠിപ്പിക്കാൻ അയക്കാൻ വേണ്ടി സാമ്പത്തിക വഴികളൊക്കെ തിരഞ്ഞും തേടിയും നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ആ ഒരു മേഖലയെ മുഴുവൻ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഈ ദിനം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി കർത്താവ് നൽകുന്നത്. നമുക്ക് ഏകാഗ്രതയോടെ ദൈവവചനത്തിനായി കാതോർക്കാം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റി പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടൻ്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യുവിൻ. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ തിരുവചനങ്ങൾ ശ്രവിച്ചു. കർത്താവ് തിരുവചനത്തിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം വീശുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണമെന്ത് എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. എന്താണ് എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ഒഴിയാത്തത്, രോഗങ്ങൾ ഒഴിയാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് കടബാധ്യതകൾ വിട്ടുമാറാത്തത്? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ചില ബലഹീനതകൾ വിട്ടൊഴിഞ്ഞു പോകാത്തത്? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങളുമായിട്ടാണ് വിശ്വാസികളായ ദൈവമക്കളായ നമ്മിൽ ഏറെ പേരും ജീവിക്കുന്നത്. പലപ്പോഴും അതിന് ഉത്തരം കിട്ടാത്തത് ഹൃദയത്തിലും മനസ്സിലും വലിയ ഭാരത്തോടെ കഴിയുന്നവരുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പലരും നിരുത്സാഹപ്പെട്ട് അതിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള എല്ലാവർക്കും ഉള്ള വലിയൊരു ഉത്തരമാണ്, വലിയൊരു ദൈവിക സന്ദേശമാണ് പൗലോസ് ശ്ലീഹായുടെ ഈ ലേഖനത്തിൽ നിന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരിക. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ദുഷ്ടൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും ചെറുത്തു നിൽക്കുവാൻ നിങ്ങൾ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും എടുക്കുവിൻ. കാരണം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല നമ്മൾ യുദ്ധം ചെയ്യുന്നത്, മറിച്ച് പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും എതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, വർഷങ്ങൾ മുമ്പ് ഡൽഹിയിൽ ശുശ്രൂഷ ചെയ്ത ഒരു കാലം ഓർക്കുകയാണ്. അവിടെ ഒരു ഇടവകയിൽ വികാരിയായി 90 കുടുംബങ്ങൾ മാത്രമുള്ളൊരു ഇടവകയുടെ വികാരിയും പിന്നെ അതിനോടൊപ്പം ധ്യാന ശുശ്രൂഷകളൊക്കെ ആയിട്ട് ജീവിച്ചത് ഓർക്കുകയാണ്. അങ്ങനെ 90 കുടുംബങ്ങൾ മാത്രമുള്ള ആ ഇടവകയിലെ വികാരിയായി കടന്നു ചെന്നപ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു ഇടവക ദേവാലയമില്ല. ഒരു സിസ്റ്റേഴ്സിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസിനോട് ചേർന്നുള്ള ഒരു ചാപ്പലിലാണ് ഇടദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ദിവ്യബലി അർപ്പിക്കുന്നത്. ഞായറാഴ്ചയൊന്നും ആ ഹോളിൽ ആ ചാപ്പലിൽ ആളുകൾ കൊള്ളില്ല, പുറത്തൊക്കെ നിന്ന് ഒരു കണക്കിനാണ് ദിവ്യബലി അർപ്പിക്കുന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെ ഒരു ദേവാലയം സ്വന്തമായി ഉണ്ടാകുക അവരുടെ ഒരു വലിയ ചിരകാല സ്വപ്നമായിരുന്നു.
ഞാൻ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അച്ഛൻ നമുക്കൊരു പള്ളി ഉണ്ടാകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി അവരൊരു 5 സെൻറ്റ് സ്ഥലം ഡൽഹി പട്ടണത്തിനുള്ളിൽ, അത് തന്നെ വലിയ കിട്ടാക്കനി എന്ന് പറയുന്ന ഒരു സംഭവമാണ്. 5 സെൻറ്റ് ഭൂമി ഡൽഹി പട്ടണത്തിനുള്ളിൽ. ഈ 5 സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത്. അവിടെ നമുക്ക് പള്ളി ഉണ്ടാക്കണം എന്ന തീരുമാനം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. ദിവംഗതനായ അഭിവന്യ വർക്കി പിതാവ്, കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവ് വന്ന് കല്ലിട്ടതും പ്രാർത്ഥിച്ചതൊക്കെ ഇന്നും ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ ദേവാലയ നിർമ്മാണം ആരംഭിച്ചു. ദേവാലയത്തിൻ്റെ പണികൾ മുന്നോട്ട് പോയി. അതിൻ്റെ സ്ട്രക്ചറെല്ലാം പൂർത്തിയായി. 3 നിലകളിലാണ് ഈ ദേവാലയത്തിൻ്റെ കെട്ടിടം നമ്മൾ പണിയുന്നത്. ഏറ്റവും താഴെ ഒരു പാരിഷ് ഹോള്, അതിന് മുകളിൽ അച്ഛന്മാരുടെ താമസ സ്ഥലം, ഏറ്റവും മുകളിൽ ഏതാണ്ട് 18-20 അടി ഉയരത്തിൽ ദേവാലയം. ഇങ്ങനെയാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അങ്ങനെ സ്ട്രക്ചറൊക്കെ തീർന്നൊരു സമയത്ത് ഈ ദേവാലയ നിർമ്മാണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം വന്നു. എന്തൊക്കെയോ തടസ്സങ്ങൾ, മുന്നോട്ട് പോകുന്നില്ല. പണി ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് ഓരോ തടസ്സങ്ങളായിട്ട് ഇങ്ങനെ മന്ദഗതിയിലായൊരു സമയം. മനസ്സൊരുപാട് ഭാരപ്പെട്ടു, ഒരുപാട് വിഷമിച്ചു, ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിച്ചു. മുന്നോട്ട് പോകാത്ത, എന്നിട്ടും ഒരു മാറ്റമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ വലിയ മനസ്സിൽ ഭാരത്തോടെ എൻ്റെ ഒരു ആത്മസുഹൃത്ത്, ഒരു ഡോക്ടറെ ഞാൻ വിളിച്ച് എൻ്റെ സങ്കടവും എൻ്റെ ഭാരമൊക്കെ പങ്കുവെച്ച് ഞാൻ ഓർക്കുകയാണ്. വളരെ ആത്മീയമായി വളർന്ന, ആത്മീയ അനുഭവങ്ങളുള്ള ഒരു ആത്മസുഹൃത്തായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ വിളിച്ചു. ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചും അത് മന്ദഗതിയിലായിരിക്കുന്നതിനെക്കുറിച്ചൊക്കെ പങ്കുവെച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫോണിൽ കുറച്ചേറെ പ്രാർത്ഥിച്ചു. ഡോക്ടർ പ്രാർത്ഥനയ്ക്കൊടുവിൽ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരിക്കലും ഭാരപ്പെടേണ്ട, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. ഈ ദേവാലയം നിർമ്മിക്കുന്ന സ്ഥലത്ത് എന്ന് അച്ഛൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി, ഒരു ജപമാല ചൊല്ലിയൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയതിന് ശേഷം ഈ ലോകത്തെ, ആ ദേശത്തെ അടക്കി ഭരിക്കുന്ന അന്ധകാര ശക്തികളെ അച്ഛൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചാൽ മതി. കാരണം ഇവിടെ ഒരു ദൈവത്തിന് ആലയം ഉയരാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് അന്ധകാര ശക്തികളുണ്ട്. അവയിൽ നിന്നാണ് ഈ ദേവാലയ നിർമ്മാണത്തിന് നിരന്തര തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവയെ അച്ഛന് ദൈവം നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിച്ചാൽ, അവ ദേശം വിട്ടുപോയാൽ ദേവാലയ നിർമ്മാണത്തിന് പിന്നെ ഒരു തടസ്സം ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, എൻ്റെ ആത്മസുഹൃത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം പെട്ടെന്ന് അംഗീകരിക്കാൻ വിഷമം തോന്നിയെങ്കിലും വചനം വെളിച്ചത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ ഞാൻ രാവിലെ ദിവ്യബലിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ പള്ളി നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് വന്ന് 4 ദിക്കുകളിലേക്ക് നോക്കി. അവിടെ വാസമുറപ്പിച്ചിട്ടുള്ള, അവിടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുള്ള അന്ധകാര ശക്തികളെ, ആ ദേശത്തിൻ്റെ അന്ധകാര ആധിപത്യങ്ങളെ ഞാൻ ബന്ധിച്ച് യേശുനാമത്തിൽ ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്ഥിതിഗതികൾ മാറി. ദേവാലയ നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങളൊക്കെ മാറി, എല്ലാം അനുകൂലമായി. അങ്ങനെ ദേവാലയ നിർമ്മാണം അതിവേഗം പുരോഗമിച്ച് അത് ദേവാലയം കുദാശ ചെയ്തത് ഞാൻ വളരെ വ്യക്തമായി ഇന്ന് ഓർക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, ഇത് നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ ഇതുപോലെ വിവിധങ്ങളായ തടസ്സങ്ങൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ അധ്വാന മേഖലയിലും കുടുംബജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും നമ്മുടെ സമൂഹ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അന്ധകാര ശക്തികളുണ്ട്. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ്ലീഹായുടെ ഈ ലേഖനത്തിൻ്റെ വചനങ്ങളിലൂടെ ദൈവം നമുക്ക് വലിയ ആത്മീയ അറിവ് നൽകുന്നത്. നമ്മുടെ യുദ്ധമോ സമരമോ മാംസരക്തമുള്ള ഒരു മനുഷ്യനുമെതിരായിട്ടല്ല. നമ്മുടെ യുദ്ധം അന്ധകാര ശക്തികൾക്കെതിരെയാണ്. ആത്മീയമായി നമ്മൾ വിവേചിച്ചറിയേണ്ട ഈ ശക്തികളെ തിരിച്ചറിഞ്ഞ് നാം അവയ്ക്കെതിരെ പ്രാർത്ഥനയുടെ, ദൈവവചനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെയൊക്കെ ദൈവിക ആയുധങ്ങളെടുത്ത് യുദ്ധം ചെയ്താൽ, പ്രിയമുള്ളവരെ, അവയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, നാം അധിവസിക്കുന്ന ദേശത്ത് നിന്ന് ബഹിഷ്കരിച്ചാൽ, അവ നമ്മുടെ ദേശം, നമ്മുടെ ഭവനം വിട്ടുപോകുവാൻ ഇടവന്നാൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകൾ മാറാനിടയായി തീരും. പലപ്പോഴും പല കുടുംബങ്ങളിൽ സമാധാനമില്ല. ഈ സമാധാനമില്ലാത്തതിന് കാരണം നമ്മൾ പലപ്പോഴും വ്യക്തികൾ വിരൽ ചൂണ്ടിയാണ് നമ്മൾ സംസാരിക്കുക. ഭർത്താവ് മദ്യപാനിയായതുകൊണ്ട് ഈ മദ്യപാനിയായ ഭർത്താവ് മൂലം സമാധാനമില്ല, അതല്ലെങ്കിൽ വായാടിയായ ഭാര്യ മൂലം സമാധാനമില്ല, അതിനനുസരണമില്ലാത്ത ഈ മക്കൾ മൂലം സമാധാനമില്ല. പ്രിയമുള്ളവരെ, അവരൊക്കെ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പുറകിൽ ചില അന്ധകാര ശക്തികളുണ്ട്, ചില പാപസ്വാധീനങ്ങളുണ്ട്. അവയിൽ നിന്ന്
പ്രാർത്ഥന വഴി അവരെ ബഹിഷ്കരിക്കുമ്പോഴാണ്, ആ കുടുംബം അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോഴാണ്, ആ കുടുംബത്തിലെ വ്യക്തികൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോഴാണ് അവർക്ക് സന്തോഷമായി ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചും സ്നേഹിച്ചും ഒക്കെ ജീവിക്കാൻ കഴിയുക. അതിന് നമ്മൾ ദൈവത്തിൻ്റെ ആയുധങ്ങളെടുത്ത് ഒരു ആത്മീയ സമരത്തിൽ ഏർപ്പെടണമെന്നാണ് ദൈവമായ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് വലിയ ആത്മീയ അറിവ് നൽകുന്നത്. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ ഈ വിശ്വാസ ബോധ്യത്തെ ഏറ്റെടുത്ത് ജീവിക്കുവാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ കടന്നു വരുമ്പോൾ നഷ്ടധൈര്യരാകാതെ ദുഃഖനിരാശയ്ക്ക് അടിമപ്പെടാതെ എൻ്റെ ദൈവം വലിയവനാണ്, ദൈവത്തെക്കാൾ വലുതായതൊന്നും ഒരു ശക്തി ഭൂമിയിലില്ല, പ്രപഞ്ചത്തിലില്ല, അവൻ്റെ നാമത്തിൽ എനിക്ക് എല്ലാറ്റിൻ്റെ മേൽ വിജയമുണ്ട് എന്നതിനെ തിരിച്ചറിഞ്ഞ് ദൈവിക ആയുധങ്ങളെടുത്ത് അതിൻ്റെ മേൽ വിജയം നേടാനും അനുഗ്രഹീതമായ ഒരു ജീവിതം പടുത്തുയർത്തുവാനും ദൈവമേ കൃപ നൽകണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്നങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ഞങ്ങളെ നിരന്തരം നോക്കുകയും കാണുകയും അങ്ങേ മക്കളായി ഞങ്ങളെ സ്വീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന നിൻ്റെ വലിയ കാരുണ്യത്തിന് ദൈവമേ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങേ പുത്രനെ ഞങ്ങൾക്ക് വിടുതലും മോചനവുമായി നൽകിയ നിൻ്റെ കരുണയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ പിതാവായ ദൈവമേ, ജീവിത പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും ഞങ്ങൾ വലയുമ്പോൾ നിൻ്റെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ദേശത്തേക്ക് കരം നീട്ടി നീ കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, അവിടുത്തെ പീഡാസഹനവും അതിൻ്റെ യോഗ്യതകളും വഴിയാണല്ലോ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് വിടുതലും സൗഖ്യവും മോചനവും നൽകുന്നത്. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനയുടെയും വിട്ടുമാറാത്ത രോഗങ്ങളുടെയും പാപശാപങ്ങളുടെയും എല്ലാം ബന്ധിതമായ മേഖലകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ആണിപ്പാടുള്ള നിൻ്റെ കരം നീട്ടി ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ അധിവസിക്കുന്ന നാടിനെ എല്ലാം നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവെ, വചനമാകുന്ന ദൈവിക ജ്ഞാനത്തിലൂടെ ജീവിതത്തെ, ജീവിതാനുഭവങ്ങളെ, ഞങ്ങളുടെ ചുറ്റുപാടുകളെയൊക്കെ നിരന്തരം നോക്കിക്കാണുവാനും ആത്മീയമായി ജീവിത അനുഭവങ്ങളെ വിവേചിച്ചറിഞ്ഞ് കർത്താവെ, ദുഷ്ടവൈരിയായി പിശാചൊരുക്കുന്ന കെണികളിലും ചതികളിലും പെടാതെ വിവേചന ശക്തിയുള്ള ജ്ഞാനമുള്ള ദൈവത്തിൻ്റെ പ്രിയ മക്കളായി ജീവിച്ച് അവൻ്റെ മേൽ വിജയം നേടുവാൻ പരിശുദ്ധാത്മാവെ നീ ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തോട് ഞങ്ങളെ പൂർണ്ണമായും ചേർത്ത് വയ്ക്കുന്നു. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ തക്കവിധം ദൈവകരങ്ങളിൽ അമ്മ ഉപകരണമായതുപോലെ ഞങ്ങളും പ്രാർത്ഥനയിലും ആത്മീയ ശക്തിയിലുമൊക്കെ ജ്വലിക്കുന്നവരായി ഈ ലോകത്തിൽ ദൈവമക്കളെ തകർക്കുവാനും അവരുടെ ജീവിതങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടവൈരികളെ ചെറുത്തു നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരായി തീരുവാൻ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം തരണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ നിങ്ങളുടെ സ്വർഗീയമായ മാധ്യസ്ഥം ജീവിത വഴികളിൽ ഞങ്ങൾക്ക് കരുത്തും ബലവുമായി തീരട്ടെ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാകമാരെ, ദൂതഗണങ്ങളെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങൾക്ക് സംരക്ഷണ പരിപാലനം നൽകി ഞങ്ങളെ വഴി നടത്തണമേ. ആമേൻ.
വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. ഒരുപാടത്ഭുതങ്ങൾ നീ ചെയ്തു, അടയാളങ്ങളാൽ കൺ തുറന്നു. അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം, അതിലും മഹോന്നതം സുന്ദരം സൗഭാഗ്യം അവിടുത്തെ നിശബ്ദമാം സ്നേഹമല്ലോ. എളിമതൻ അതിസൗമ്യഭാവമല്ലോ. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? രഹസ്യമെന്ത്? കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. കാനായിലെ വെള്ളം വീഞ്ഞായി, കടലിനു മീതെയും നീ നടന്നോ. പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി, പ്രകൃതി പദാർത്ഥമെല്ലാം നിൻഹിതം പോൽ മാറി. അവിടുന്നിൽ ദൈവസ്വരം കേട്ടറിഞ്ഞു. എളിമയോടവയെല്ലാം അനുസരിച്ചു. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്?
നറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന, നാറും ഗോതമ്പപ്പത്തെ താനാക്കി മാറ്റുന്ന കുരിശിലെ യാഗത്തിൻ അർത്ഥമെന്ത്? അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതു നിനക്കേ അറിയൂ, നിനക്കു മാത്രമേ അറിയൂ. അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം, അതിൻ ബലമൊന്നു മാത്രമേ ജീവിതം. മുന്തിരി വീഞ്ഞിനെ തൻ രക്തമാക്കുന്ന ആത്മീയ സഹനത്തിൻ രഹസ്യമെന്ത്? 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 യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കുക. ലോകമെമ്പാടും വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് കത്തോലിക്ക തിരുസഭയെ കാലഘട്ടത്തിൽ നയിക്കുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ ലേയോ 14 പാപ്പയോട്, കർദിനാൾമാരോട്, മെത്രാന്മാരോട്, വൈദികരോട്, വിശ്വാസി സമൂഹങ്ങളോട് എല്ലാവരോടും ചേർന്ന് ഏകമനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്കായി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ അനേക വർഷങ്ങളും നാളുകളുമായി പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കാണാത്ത ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ, മേഖലകളെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖ ദുരിതങ്ങളിലും വേദനകളിലും കലാപങ്ങളിലും ജീവിതത്തിൽ പീഡനങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും അവിടെ വേദനകളെയും ഭാരങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കും വിലയേറിയ പ്രോത്സാഹനങ്ങൾക്ക് യേശുനാമത്തിൽ നന്ദി പറയുകയാണ്. തീർച്ചയായും നിങ്ങളേവരുടെയും പ്രാർത്ഥനകളാണ് ഓരോ ദിവസവും വലിയൊരു അനുഗ്രഹമായി ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാലയിലും നൊവേന പ്രാർത്ഥനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവരോടും അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കളുടെ രാപകൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥനയിലാണ്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും തൻ്റെ കരുതലും നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളേവർക്കും യേശുനാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.